നമ്മളങ്ങനെ നാരങ്ങയും പറിച്ച് അവസാനം സ്വർണ്ണഖനിയിൽ എത്തിപ്പെട്ട് അവിടെ എത്തിയപാടും ഭയങ്കര കാറ്റായിരുന്നു. കാരണം അതിനടുത്തോടെ ഒരു ചെറിയ തടാകം ഒഴുകുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ കാറും പാർക്ക് ചെയ്ത് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് അവസാനം ഒരു ചെറിയ പാലത്തിനിടയ്ക്ക് എത്തിപ്പെട്ട് പാലം എത്തുന്നതിന് മുന്നേ ഒരു ചെറിയ ബോണ്ടായിരുന്നു. അതിൽ നമ്മൾ പോകേണ്ട സ്ഥലങ്ങളും അതിൽ എത്തിപ്പെടാൻ എത്ര കിലോമീറ്റർ നടക്കണം എന്നുള്ള കാര്യം അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോർഡും നോക്കി നമ്മൾ പാലത്തിലൂടെ നടക്കാൻ തുടങ്ങി. പാലത്തിനെ കുറിച്ച് പറയാണെങ്കിൽ സംഭവം ചെറുതാണെങ്കിലും അതിലൂടെ നടക്കുമ്പോഴുള്ള ഫീല് വേറെ തന്നെ ആയിരുന്നു. പാലം നടന്നിറങ്ങിയ അവസാനം നോക്കുമ്പോൾ വീണ്ടും വേറൊരു പാലം. ഈ പാലം പഴയ പാലം പോലെ ആയിരുന്നില്ല, കുറച്ച് ട്രിക്കി ആയിരുന്നു. ഒരു സമയം ഒരാൾക്ക് മാത്രം നടന്നു പോകാൻ പറ്റുന്ന പാലം, നടക്കുമ്പോൾ കുലുങ്ങുന്ന പാലം, തൂക്കുപാലം. പാലം നടന്നിറങ്ങി ഒരു ജംഗ്ഷനിലെത്തി. അവിടുന്ന് റൈറ്റ് എടുത്ത് പിന്നെ വനത്തിലൂടെ ഒരു യാത്ര. പോകുന്ന വഴിക്ക് പാറയിൽ ഒരു ഇരുമ്പ് വള കണ്ട്, മിക്കവാറും റോപ്പ് കെട്ടാൻ ഉപയോഗിച്ചായിരിക്കും. നമ്മുടെ നടത്തം വീണ്ടും തുടങ്ങി. അങ്ങനെ നടന്ന് അവസാനം നമ്മൾ കൊടും വനത്തിൽ എത്തിപ്പെട്ട്. ഇതൊക്കെ ഇപ്പം കാട് പിടിച്ചതാണെങ്കിലും പണ്ട് സ്വർണ്ണഖനിന്റെ മെയിൻ ഭാഗമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മൾ നടന്ന് അവസാനം ഒരു ട്രാക്കിന്റെ അറ്റത്ത് എത്തിപ്പെട്ട് പിന്നെ നമ്മൾ ട്രാക്ക് ഫോളോ ചെയ്യാൻ തുടങ്ങി. ട്രാക്ക് ഫോളോ ചെയ്ത് അവസാനം നമ്മളൊരു സാധനത്തിന്റെ അടുക്ക്